നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് ഉള്ളത്. അതൊന്ന് ഡോസ് പ്രിന്റ് ആണ്, രണ്ടാമത്തെ ഒരു പ്രിന്റിംഗ് മോഡ് എന്ന് പറഞ്ഞത് വിൻഡോസ് പ്രിന്റ് ആണ്, മൂന്നാമത്തെ പ്രിന്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഡിസൈനർ പ്രിന്റ് ആണ്. അതിൽ ഈ ഡിസൈനർ പ്രിന്റും വിൻഡോസ് പ്രിന്റും ഓൾമോസ്റ്റ് സിമിലർലി ഓക്കെയാണ്. രണ്ടും ഒരേ ടെക്നോളജിയാണ്, പക്ഷെ 2 രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണുള്ളൂ. വിൻഡോസ് പ്രിന്റ് എന്ന് പറയുന്നത് ഇന്റേണലി സോഫ്റ്റ്വെയറിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രിന്റിംഗ് രീതിയും, ഡിസൈൻ പ്രിന്റ് എന്ന് പറയുന്നത് അതിനാവശ്യമായ കുറേ സംഭവങ്ങൾ തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിസൈൻ പ്രിന്റ്. അതിൽ വിൻഡോസ് പ്രിന്റ് ആണ് ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് പല സ്ഥലത്തും ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഡിസൈൻ പ്രിന്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോസ് പ്രിന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഡോസ് പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോസ് പ്രിന്റിംഗ് ആണ് നിലവിലുള്ള പ്രിന്റിംഗ് മെത്തേഡിൽ വെച്ചിട്ട് ഏറ്റവും ഓൾഡസ്റ്റ് പ്രിന്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഡോസ് പ്രിന്റിംഗ് ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറൊക്കെ വന്ന കാലഘട്ടത്തിലൊക്കെ ആ പഴയ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഡോസ് പ്രിന്റിങ്ങിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങോട്ടാണ് ലേസർ പ്രിന്ററുകൾ, അതുപോലെ ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ, പിന്നെ തെർമൽ പ്രിന്ററുകൾ പോലത്തെ പ്രിന്ററുകൾ വന്നിട്ട് ഡോസ് പ്രിന്റിങ് ഇങ്ങനെ ഔട്ടായത്. അപ്പോൾ നിലവിൽ ഡോസ് പ്രിന്റിങ് ഇപ്പോൾ വ്യാപകമായിട്ട് ചെയ്യുന്നത് കൂടുതലും പിന്നെ ഫാർമസികളും അതേപോലെ തന്നെ ചില ഹാർഡ്വെയർ ഷോപ്പുകൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഡോസ് പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൻ്റെ കോൺഫിഗറേഷൻ, അത് ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ഭാഗമായിട്ട് PRG ഫയലുകൾ എന്താണെന്ന് പറയുന്നുണ്ട്, DBF ഫയലുകൾ എന്താണെന്ന് പറയുന്നുണ്ട്, ക്ലിപ്പർ പോലത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഡോസ് പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പരിപാടികൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡോസ് പ്രിന്റ് എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ ആദ്യം 32 ബിറ്റ് വിൻഡോസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഈ വിൻഡോസ് 7 പോലത്തെ വിൻഡോസിൻ്റെ അപ്ഡേഷൻ നിർത്തിയോടുകൂടി അതിന് പ്രോബ്ലം വരികയും പിന്നീട് 10, 11 വന്നതിന് ശേഷം ഡോസ് പ്രിന്റിങ് കാര്യമായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുത്താണ് നമ്മൾ ഡോസ് പ്രിന്റിങ് 64 ബിറ്റിൽ പ്രിന്റ് ചെയ്യാനുള്ള മറ്റൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഡോസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മൾ കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ SB MK64 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ നമ്മളുടെ സൈറ്റിൻ്റെ ഡ്രൈവിലുണ്ട്. ആ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ആർക്കും ഏറ്റവും ഈസിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങൾ കാണുമ്പോൾ, ഇനി അങ്ങോട്ട് തുടർന്നുള്ള വീഡിയോ അതിൻ്റെ സ്ക്രീൻ ഷെയറിങ്ങും മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളുടെ സിസ്റ്റത്തിൽ ഞാൻ കുറഞ്ഞധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സീല് ഇപ്പോൾ ഞാൻ SP32 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡർ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ വന്നതാണ്. അത് ഇതിലുള്ള ഈ ഒരു SB64 സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ സി ഡ്രൈവിൽ SB32 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡർ നമുക്ക് ഉണ്ടായി വരിക. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സി ഡ്രൈവിൽ ഈ രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായി വരേണ്ടതുണ്ട്. പിന്നെ അതിനുശേഷം ഇനി നമ്മൾ ഒരു പ്രിന്റിങ് യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രിന്റിങ്ങിന് ഒരു PRG ഫയൽ വേണം, അതിനൊരു ക്ലിപ്പ് ഫയൽ വേണം, പിന്നെ കുറച്ചധികം DBF ഫയലുകൾ വേണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ, ഞാൻ VTask ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അവിടെ VTask ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ VTask എടുക്കുകയാണ്. അത് ഒന്നുമില്ല, ഒരു ബ്ലാങ്ക് ഡാറ്റയാണ്. അപ്പോൾ നമ്മളെ VTask എടുക്കുകയാണ്. അപ്പോൾ VTask എടുത്ത് പാസ്വേഡ് അടിച്ച് ഓപ്പൺ ആക്കി. അതിനുശേഷം ഇവിടെ സെയിൽസ് എടുക്കുകയാണ്. അപ്പൊ ഈ സെയിൽസ് എടുത്ത് ഞാൻ ഇവിടെ ജനറൽ എടുത്തു കഴിഞ്ഞാൽ ഇതില് ഇവിടെ ബില്ല് ഇൻവോയ്സ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ 3 മെത്തേഡ് ഓഫ് പ്രിന്റിങ് പിന്നെ ഇതിലുണ്ട്. അതിൽ ഡോസ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, വിൻഡോസ് പ്രിന്റിംഗ് ഉണ്ട്, ഡിസൈൻ പ്രിന്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചതുകൊണ്ട് നമ്മളിവിടെ ഡോസ് പ്രിന്റിംഗ് എന്നുള്ള ടിക്ക് ഇടുകയും ഇവിടെ ഡയറക്റ്റ് P എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ഇടും വേണം.
അപ്പോ അത് ഇപ്പൊ ഈ BGR4 VTask പോലത്തെ സോഫ്റ്റ്വെയറുകളുടെ കേസിലാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. നേരെ മറിച്ച് അത് വിറ്റാമിനിലും അതുപോലെ തന്നെ മറ്റു ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിലാണ് മിക്കവാറും ഡയറക്റ്റ് പ്രിന്റിംഗ് എന്നൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ഡയറക്റ്റ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോസ് പ്രിന്റ് ആണ്. അത് എവിടെ കാണിക്കുകയാണെങ്കിലും ഡയറക്റ്റ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഡോസ് വഴി പ്രിന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് അങ്ങനെ വിളിക്കാറ്. ഇപ്പൊ ഞാൻ ഇപ്പൊ നിലവിൽ ഇവിടെ ഓപ്ഷനിൽ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കസ്റ്റമർക്ക് ഇനി ബില്ലടിക്കാണെന്ന് കരുതുക. ഉദാഹരണത്തിന് ഇതൊരു 10 എണ്ണം 100 രൂപ വെച്ചിട്ട് ബില്ലടിച്ചു. അപ്പൊ ഈ ബില്ലടിച്ച സമയത്ത് ഞാനിവിടെ ഈ ഡോസ് പ്രിന്റിങ്ങിന് ടിക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഈ ബില്ലടിച്ച ഫോൾഡറിൽ കുറച്ച് DBF ഫയലുകൾ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് INV bill to MD ടെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 2-3 തരം DBFകൾ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഫയലുകൾ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സീല് നമ്മളുടെ HP32ന്റെ ഉള്ളില് ബിന്നിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി DBF ഫയൽ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. DBF ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു ബില്ല് ഇവിടെ അടിച്ചല്ലോ. അപ്പൊ ഈ ബില്ല് അടിച്ച സമയത്ത് ഈ ബില്ലിൽ പലതരം വേരിയബിൾസുകൾ ഉണ്ട്. ഇപ്പൊ ഇതിൽ കസ്റ്റമറുടെ പേരുണ്ട്, ഡോക്ടറുടെ പേരുണ്ട്, ഐറ്റം നെയിം ഉണ്ട്, ബാർകോഡ് ഉണ്ട്, അതിന്റെ എക്സ്പയറി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഈ ഒരു ബില്ലിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഇങ്ങനെയുള്ള ബിൽ നമ്പർ, ഡേറ്റ്, ഇങ്ങനെ കുറെ വേരിയബിൾസുകൾ ഉണ്ട്. അപ്പൊ ഇത്തരം എല്ലാ വേരിയബിൾസുകളും നമ്മൾ എന്താ പറയാ ബില്ല് സേവ് ആക്കിയിട്ട് പ്രിന്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒരു DBF ഫോർമാറ്റിലേക്ക് അതിന്റെ ഔട്ട്പുട്ട് ഡെവലപ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പർ ആകെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ബില്ല് സേവ് ചെയ്തിട്ട് സേവ് ആക്കുന്ന സമയത്ത് ഡോസ് പ്രിന്റിംഗ് ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളതെങ്കിൽ ആ ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഒരു DBF ഫയലിലേക്ക് സേവ് ആക്കും. അതിൽ DBF ഫയലിലേക്ക് സേവ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവോയ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ INVbill2.dbf എന്ന ഫയലിലേക്ക് സേവ് ആക്കുക. അതുപോലെ ഇത് മറ്റു കുറെ ഡീറ്റെയിൽസ് ആണ് MD.dbf ഉണ്ടാവുക. ടെൻഡർ.dbf എന്ന് പറഞ്ഞാൽ ടെൻഡർ ക്യാഷുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആണെങ്കിൽ ഇതിലുണ്ടാവുക. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ DBF ഫയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന ഒരു ഫയലാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എക്സൽ എടുത്തെന്ന് കരുതുക. എക്സൽ എടുത്തതിന് ശേഷം ഈ DBF ഫയൽ നമ്മൾ ഇതിലേക്ക് ഓക്കെ, ഈ DBF ഫയൽ നമ്മൾ ഇതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മൾ നേരത്തെ അടിച്ച ആ ബില്ലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മൊത്തം വന്നു. കസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് അണ്ടറിൽ കസ്റ്റമറുടെ പേര്, കസ്റ്റ് അഡ്രസ് 1, കസ്റ്റ് അഡ്രസ് 2, ബിൽ നമ്പർ, പിന്നെ ബിൽ ഡേറ്റ്. ഇവിടെ നമുക്ക് ബിൽ ഡേറ്റ് കാണാം, ക്വാണ്ടിറ്റി, പ്രൈസ്, അതുപോലെ ടോട്ടൽ, KST, CST, നെറ്റ് ടോട്ടൽ, ട്രക്ക് നമ്പർ, ഡിസ്പാച്ച്, ഓർഡർ നമ്പർ, ഡോക്യുമെന്റ് നമ്പർ, പ്രിപ്പയർ ബൈ, ഇങ്ങനെ കുറെ അധികം ആ ബില്ല് സേവ് ആവുന്ന സമയത്തുള്ള കുറെ അധികം ഡീറ്റെയിൽസുകൾ ഇതുപോലെ പല പല കോളത്തിന്റെ പേരിലേക്ക് നമ്മൾ സേവ് ആക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു ബില്ലടിച്ച് സേവ് ചെയ്യുമ്പോൾ ആ ബില്ലുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും സേവ് ആക്കുന്നത് ഈ DBFലാണ്. അപ്പൊ തന്നെ നമ്മളുടെ പ്രിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ DBF ഫയൽ ജനറേറ്റ് ആവുക എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ്. ഈ DBFലുള്ള ഈ പല വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. അപ്പോ ഈ രീതിയിൽ ഇപ്പൊ നമ്മളുടെ DBF ഫയൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ DBF ഫയൽ വേണമെന്നുള്ള മനസ്സിലായി. അപ്പൊ നമ്മൾ DBF ഫയൽ കൊണ്ടിട്ട് ഇപ്പൊ ഈ ഇതിന്റെ ബില്ല് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇട്ടു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രിന്റിംഗ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു PRG ഫയലാണ്. അപ്പൊ ഞാൻ VTask ആയതുകൊണ്ട് VTaskന് സൂട്ടബിൾ ആയ രീതിയിലുള്ള ഒരു PRG ഫയൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇന്ന് എടുക്കുകയാണ്. അപ്പോ GST എന്ന് പറഞ്ഞ പേരിലുള്ള ഇത് VTaskന് ഉപയോഗിച്ചിരുന്ന ഒരു PRG ഫയലാണ്. അപ്പൊ ഈ PRG ഫയൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ PRG ഫയൽ ഞാൻ ബിന്നിലേക്ക് കൊണ്ടുപോയിട്ടാണ്. അപ്പോ നമുക്ക് നമ്മളുടെ പ്രിന്റ് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രിന്റ് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം DBF ഫയൽസ് വേണം. 2 നമ്മള് പ്രിന്റ് ചെയ്യേണ്ട എല്ലാ സ്ക്രിപ്റ്റും
അടങ്ങിയിരിക്കുന്നത് PRG ഫയലിലാണ്. അപ്പോൾ അത് ഓരോ പ്രിന്റിനനുസരിച്ചുള്ള PRG ഫയലുകൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കണ്ടില്ലേ, സെയിൽസ് റിട്ടേണിന് ഇന്ന് പ്രിന്റ് എടുക്കാനുള്ളതുകൊണ്ടാണ് റിട്ടേൺ പറഞ്ഞിട്ടുള്ള PRG ഫയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. GST എന്ന് പറയുന്നത് സെയിൽസിനുള്ള PRG ഫയലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള PRG ഫയൽ വേണം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇത് ഈ DBFലുള്ള ഡീറ്റെയിൽസും നമ്മളെ പ്രോഗ്രാമിംഗ് കോഡുള്ള PRG ഫയലും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു ക്ലിപ്പ് ഫയലും വേണം. അപ്പോ ഈ ക്ലിപ്പ് ഫയലും ഞാനിപ്പോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്ലിപ്പ് ഫയൽ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ വർക്കിംഗ് ഫോൾഡറിൽ ഇപ്പൊ ഞാൻ ഈ പ്രിന്റുമായി ബന്ധപ്പെട്ട ഫോൾഡറിനുള്ളിൽ ഞാൻ 3 കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു PRG ഫയൽ ഉണ്ട്, ഒരു ക്ലിപ്പ് ഫയൽ ഉണ്ട്, അതിന്റെ DBF ഫയലുകളുണ്ട്. അപ്പൊ DBF ഫയൽ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു PRG ഫയൽ തുറക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് അടുത്തതൊന്ന് വിശദീകരിക്കാനുള്ളത്. ഇതിലാണ് നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എന്ത് ചേഞ്ചസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം വരുത്തേണ്ടത് നമ്മളുടെ ഈ PRG ഫയലിലാണ്. അപ്പൊ ഒരു PRG ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നമ്മൾ ഈ ഒരു PRG ഫയൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കോളം ഇതാണ്, യൂസ് INVBill2.dbf. ഞാൻ പറഞ്ഞൊരു DBF ഉണ്ട് എന്നുള്ള. അപ്പൊ നമ്മള് ഇതിനു വേണ്ടി ഈ പ്രിന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പേരിലുള്ള DBF ആണ് ഉപയോഗിക്കുന്നത് എന്നിട്ടാണ് നമ്മളിവിടെ കൊടുത്തത്. പിന്നെ ഇവിടെ കുറെ അധികം കോളംസ് ഉണ്ട്. ഇതിനെ കുറിച്ചൊന്നും അത്ര അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, സെറ്റ് പ്രിന്റ് ടു a.txt. അതായത് നമുക്ക് 2 രീതിയിൽ ഇതിന്റെ പ്രിന്റ് ഔട്ട്പുട്ട് ഇടാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ LPT1 എന്ന പോർട്ട് വഴിയാണ് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് LPT1 എന്ന് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ പ്രിന്ററായിട്ട് കണക്ട് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോ തൽക്കാലം അതിന്റെ ഔട്ട്പുട്ട് ഞാൻ out.txt എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ചേഞ്ചസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോളംസ് പെട്ട ഒരു പ്രധാനപ്പെട്ട കോളമാണ് ഇവിടെ കണ്ടില്ല, ഈ ഒരു 2 കോളം. ഇതിൽ @PR_row 0 ഇവിടെ ഈ ഒരു കൊട്ടേഷൻ അണ്ടറിൽ ഇവിടെ സെന്ററിൽ J എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പേപ്പർ കുറച്ച് ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ടോപ്പിനനുസരിച്ചിട്ടാണുള്ളത്. അപ്പൊ പേപ്പർ കുറച്ചൊന്ന് താഴ്ത്തണം എന്ന് വിചാരിക്കുക. താഴ്ന്നിട്ട് പ്രിന്റ് വരണം എന്നുണ്ടെങ്കിൽ ഈ ജയിലുള്ള ഇവിടെ ഉള്ള വാല്യൂ കൂട്ടുക ചെയ്യുക, ഈ 210 150 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് 210 വരെയാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും താത്തണം. ഈ 150 എന്നുള്ളത് 210 ആക്കാം. അതിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറയ്ക്കാൻ പറ്റും. അതായത് 210 പിന്നെ ഒരു 80 കൂടെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഈ ലൈൻ ഇവിടെ തന്നെ ഇതേപോലെ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം 250 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 80 കൊടുക്കാൻ പറ്റും. ഈ 80 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ പ്രിന്റ് വരുന്ന സമയത്ത് അത്രത്തോളം ആ നിലവിൽ നിൽക്കുന്ന പേപ്പർ അത്രത്തോളം താഴേക്ക് വലിച്ചിട്ടാണ് പ്രിന്റ് കൊടുക്കുക. അപ്പൊ അതായത് മുകളിലുള്ള വേസ്റ്റ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ ചെയ്യുന്ന സംഭവം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചില PRGകളുടെ മുമ്പിൽ ഇതേപോലെ സ്റ്റാർ കാണാൻ പറ്റും. സ്റ്റാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ലൈന് എക്സിക്യൂട്ട് ആവില്ല. ആ ലൈനിൽ എന്താണോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ലൈന് പ്രിന്റിൽ വരില്ല. അപ്പൊ ഉദാഹരണത്തിന് ഈ ലൈനിന്റെ അർത്ഥം പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി കേന്ദ്ര എന്നുള്ളത് പ്രിന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മുമ്പ് പോയിട്ട് ഒരു സ്റ്റാർ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ ലൈന് പിന്നീട് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യൂല. ആ ലൈനുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ 2 ലൈൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതായത് ഇതേ രീതിയിൽ ഇത് പറഞ്ഞത് ക്യാരക്ടറിന്റെ സൈസ് നിർണ്ണയിക്കുന്ന ലൈനാണ്. ഇത് കണ്ടില്ലേ, ക്യാരക്ടർ 27, ക്യാരക്ടർ 47 എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പൊ ഈ 47 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 0 മുതൽ 100 വരെ പല ക്യാരക്ടർ സൈസ് ഉണ്ട്. അപ്പം 47 എന്ന് പറഞ്ഞ ക്യാരക്ടർ സൈസിലാണ് ഇത് പ്രിന്റ് ചെയ്യാൻ എടുക്കുന്നത്. അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈന് പ്രിന്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കഴിഞ്ഞത് അവിടെ ഇതും വേറൊരു ക്യാരക്ടർ സൈസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മറ്റൊരു ക്യാരക്ടർ സൈസ് പ്രിന്റ് ചെയ്യാനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് ഒരേ രീതിയിലുള്ള സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ
ഇത് ഒരു ക്യാരക്ടറിനെ സൂചിപ്പിച്ചേക്കാണ്. അപ്പൊ നമുക്കിത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ വെച്ച് തന്നോണ്ട് കുഴപ്പമില്ല. അതായത് ഇപ്പോ ഇനി ഈ ഒരു പ്രിന്റിങ്ങിന്റെ രീതി അനുസരിച്ചിട്ട് ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മുതലാണ് ഈ എന്ന് തുടങ്ങുന്ന ഇവിടെ മുതലാണ് ഒരു ടെക്സ്റ്റ്, ഒരു പ്രിന്റിങ്ങിന്റെ ഹെഡിങ് ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടെ വരെ ഉള്ളത് ഇത് പ്രിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല പല പരിപാടികളാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം @+ PR_row സേ 5 സേ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈ 5 സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു A4 പേപ്പർ എടുത്തു കഴിഞ്ഞാല് അതിന്റെ റൈറ്റും ലെഫ്റ്റും കണക്കാക്കുക. ഓക്കെ, അപ്പോ ഇതെന്റെ റൈറ്റ് ആണ്, ഇതെന്റെ ലെഫ്റ്റ് ആണ്. അപ്പോ എന്റെ ഈ സൈഡിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 ഇത് 100 ആണെന്ന് കരുതുക. അപ്പോ 5 സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 കഴിഞ്ഞിട്ട് ഒരു 5 സ്പേസ്, 5 ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനുള്ള സ്ഥലം വിട്ടിട്ട് 5ാമത്തെ ക്യാരക്ടർ മുതൽ ഇങ്ങോട്ട് അവിടെ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം വരണം എന്നുള്ളതാണ് ആ കൊടുത്ത ലൈനിന്റെ ഉദ്ദേശം. ഇതിന്റെ തൊട്ട് മുകളിൽ ഉള്ള ഈ 27 ക്യാരക്ടർ 97 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉദ്ദേശിച്ച ഈ ഒരു ലൈന്, ആ ലൈന് ഏത് സൈസിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് 97 എന്ന് പറഞ്ഞ ഫോണ്ട് സൈസിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക. ഇപ്പോ ഇവിടെ കണ്ടില്ലേ 1168 ആയിഷ കോംപ്ലക്സ് ജംഗ്ഷൻ പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത് 10 തുടങ്ങാനാണ് പറഞ്ഞത്. അപ്പൊ 0 നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തത് 5 അടുത്തത് തൊട്ട് കുറച്ച് പുറത്താണ് 10 പക്ഷെ അതിന്റെ ഫോണ്ട് സൈസ് ആദ്യത്തെ 97 ആണെങ്കിൽ ഇതിന്റെ ഫോണ്ട് സൈസ് 65 ആണ്. 65 പറയുമ്പോൾ ചിലപ്പോൾ ചെറുതായിരിക്കും. അത് വെച്ചിട്ടാണ് ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോ അതിനുശേഷം ഈ പിന്നെ നമ്മളുടെ എന്താ പറയാ ഈ വയനാട് GST കോണ്ടാക്ട് ഇത്രയും പറഞ്ഞ പരിപാടികൾക്ക് ഒരൊറ്റ ഫോണ്ട് സൈസ് ആണ്. അതായത് ഈ 65 എന്ന് പറഞ്ഞാൽ ഇത്രയും ഒറ്റ ഫോണ്ട് സൈസിലാണ് ഈ 3 കണ്ടന്റ് പ്രിന്റ് ആവണത്. പിന്നെ അടുത്ത ഫോണ്ട് സൈസ് ഇവിടെ മാറുന്നത്. അപ്പൊ അത് വേറെ ഒരു സാധനത്തിനാണ് ഈ ഫോണ്ട് സൈസ് ഉപകരിക്കുന്നത്. അപ്പൊ ഏതൊരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോണ്ട് സൈസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൈന് കഴിഞ്ഞ സാധനത്തിന്റെ ഫോണ്ട് സൈസ് ഇപ്പൊ ഒരു 60 ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 65 എന്നുള്ളത് 60 ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 11 ബാർ എന്താ പറയാ 11 ബാർ 68 എന്നുള്ളത് ഒരു 65 എന്ന ഫോണ്ട് സൈസിലും വരും. ഈ 3 ലൈനും അതായത് വയനാട് GST കോണ്ടാക്ട് നമ്പർ എന്ന ഈ 3 ലൈനും 60 എന്ന ഫോണ്ട് സൈസിലാണ് എടുക്കുക. അങ്ങനെയാണ് ഈ ഫോണ്ട് സൈസും ഈ സംഭവം തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി. പിന്നെ ഇതേപോലെ തന്നെ അതിലുള്ള പല പല പരിപാടികൾ. ഇനിയിപ്പോ ഇവിടെ വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്കാണ്. ഇനി ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ പ്രിസ്ക്രൈബ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലൈനിന്റെ പ്രത്യേകത നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇപ്പോ @++ PR_row 0 സേ എന്ന് പറഞ്ഞാൽ 0 തുടങ്ങാനാ പറഞ്ഞത്. പ്രിസ്ക്രൈബ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് കൊട്ടേഷന്റെ ഉള്ളിൽ, അതായത് 2 കൊട്ടേഷന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, പ്രിസ്ക്രൈബ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് കൊട്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് പ്ലസ് ഡോക്ടർ നെയിം കാണിച്ചേക്കാണ്. അപ്പൊ ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഈ ഡോക്ടർ നെയിം എന്ന് പറഞ്ഞ സാധനം പിന്നെ നമ്മളുടെ DBF-ലുള്ള ഫീൽഡ് നെയിമാണ്. അപ്പൊ DBF നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അതിലൊരു ഡോക്ടർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് നെയിം ഉണ്ടാവും. ആ ഫീൽഡ് നെയിമിന് താഴെ എന്താണോ ഡാറ്റ വരുന്നത് ആ ഡാറ്റ ഇവിടെ വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഡോക്ടറുടെ പേര് അരുൺകുമാർ എന്നാണെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ബൈ ഫുൾ : അത് കഴിഞ്ഞിട്ട് അരുൺകുമാർ എന്ന് കാണിക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കൊട്ടേഷന്റെ ഉള്ളിലുള്ള സാധനം ഇതേപോലെ തന്നെ കൊട്ടേഷൻ ഒഴിവാക്കിയിട്ട് പ്രിന്റ് കാണിക്കും. പിന്നെ പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് ഫീൽഡ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിങ്ങനെ ഒരുമിച്ച് വരികയാണ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബിൽ നമ്പറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ബിൽ നമ്പർ ഇതേപോലെ വരും. അതിനുശേഷം ബിൽ നമ്പർ എടുക്കുകയാണ് ചെയ്യുക. അതുപോലെ ആർക്കാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്, കസ്റ്റമർ നെയിം. അപ്പൊ ഈ കസ്റ്റ് നെയിം, ബിൽ നമ്പർ, ഡോക്ടർ നെയിം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മളുടെ DBF-ന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പിന്നെ വേരിയബിൾസുകളാണ്. അതിന്റെ നമ്പറിൽ പലതരം വാല്യൂസ് ഉണ്ട്. അപ്പൊ ആ വാല്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അതുപോലെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളുടെ ഡേറ്റ് വരും. പിന്നെ അത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയേക്കാണ് ഇങ്ങനെ നമ്മൾ വരച്ചിട്ട്. ഇപ്പൊ പ്രിന്ററിന്റെ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പ്രിന്ററിന്റെ എന്താ പറയാ അങ്ങനെ ഒരു ലൈൻ കൊണ്ടുവന്നു. അതിനുശേഷം കമ്പോണന്റ് നെയിം, ബാച്ച്, എക്സ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിന്ററിന്റെ പേജ് സൈസ് എത്രയാണോ ആ സൈസിൽ കൊള്ളുന്ന രീതിയിലുള്ള ഒരു
സംഭവമാണെന്ന് വരച്ചില്ല. അപ്പൊ സീറോ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ കുറെ ക്യാരക്ടറാണ് അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഐഫോൺ ഇട്ടിട്ട് ഇതാക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളെ പേപ്പറിന്റെ അറ്റം എവിടെയാണോ എത്തുന്നത് ആ എത്തുന്നത് വരെ ഉള്ള സംഭവം കൊടുത്തിട്ട് അതിന് കൊള്ളാവുന്ന രീതിയിൽ ഈ ഒരു, അതായത് സീരിയൽ നമ്പർ വരണം, ക്വാണ്ടിറ്റി നെയിം വരണം, അത് കഴിഞ്ഞ് കുറെ സ്പേസ് ഇട്ടിട്ട് ബാച്ച് നമ്പർ വരണം, എക്സ്പയറി വരണം, യൂണിറ്റ് പ്രൈസ് വരണം, ക്വാണ്ടിറ്റി വരണം, ടോട്ടൽ വരണം. ഇതും കണ്ടില്ലേ, ഇതും ഈ ഇടയിൽ കുറെ ലൈൻസ് ഉണ്ട്, ഐഫൺസ് ഉണ്ട്. ഈ ഒരു സാധനം തുടങ്ങുന്നതും അവസാനിക്കുന്ന ഒരു കൊട്ടേഷന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ @PR_++PR_007 എന്ന എന്തോ ഒരു ടെക്സ്റ്റ് തുടങ്ങാനുണ്ട് എന്നുള്ളത്. അതിന്റെ ഉള്ളിൽ കൊട്ടേഷന്റെ ഉള്ളില് ഇത്രയും സംഭവങ്ങൾ ഇടുന്നതോടുകൂടി ആ അത്രയും ലൈന് പ്രിന്റ് ചെയ്യണമെന്നാണ്. എല്ലാ കൊട്ടേഷനൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരും. ഇനി അടുത്ത ലൈനില് അടക്കണ്ടാവും. കൊട്ടേഷൻ ഓപ്പൺ ആയിട്ട് സീരിയൽ നമ്പർ മുതൽ ടോട്ടൽ കഴിയുന്ന വരെ ഉള്ളതാണ് അടുത്ത ലൈന്. മൂന്നാമത്തെ ലൈനിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി പ്രിന്ററിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ടാവും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രിന്റിന്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് @++PR_2 പിന്നെ എൽട്രീം സ്ട്രിങ് STR 6, അതായത് നമ്മളുടെ സീരിയൽ നമ്പർ ഇവിടെ കണ്ടോ, സീരിയൽ നമ്പറാണ് ഫസ്റ്റ്. അപ്പോ 2ലാണ് സീരിയൽ നമ്പർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ 2ൽ പ്രിന്റ് ചെയ്ത് അടുത്തത് ഇവിടെ സ്റ്റാർ ഇട്ടതുകൊണ്ട് ഈ ലൈൻ എന്തല്ല വർക്കിംഗ് അല്ല, അപ്പൊ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. അടുത്തത് 2 കഴിഞ്ഞിട്ട് 6ലാണ് ഐറ്റം നെയിം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ലൈന് ഇവിടെ കണ്ടില്ലേ, ഇതില് ++PR__ ആണ്. ഇവിടെ മുതൽ ഇങ്ങോട്ട് പിന്നെന്തില്ല, ആ ++ ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ++ ഏതെങ്കിലും കാരണവശാൽ ഇട്ടാൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് നേരെ താഴേക്കാ വരിക. നേരെ മറിച്ച് ++ ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ 2 കഴിഞ്ഞ് അതേ ലൈനിൽ തന്നെ കുറച്ചും കൂടി നീക്കും. 6 കഴിഞ്ഞിട്ട് പിന്നെ 39 ആട്ട്, അപ്പൊ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കും. പിന്നെ 49 ആട്ടില്ല. അപ്പൊ ഒരേ ലൈനിലാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് വരിക. നേരെ മറിച്ച് ഇവിടെ നിങ്ങൾ മോഡലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ++PR_row പ്രിസ്ക്രൈബ് ഡോക്ടർ കൊടുത്ത്, അപ്പൊ 0ലാണ് കൊടുത്തത്. ഇനി ഇവിടെ ആ ++ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ പ്രിസ്ക്രൈബ്ഡ് വഴി എന്ന് പറഞ്ഞാൽ അതേ ലൈനിൽ തന്നെ ആയിരിക്കും ഇനി ഈ ബിൽ നമ്പറും വരിക. പക്ഷെ മറ്റേത് 0ലാണ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇത് 30ലായിരിക്കും. ഈ 30 വരെ 0 നമ്മൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഡോക്ടർ നെയിമും ബിൽ നമ്പറും ഓവർ റൈറ്റ് ആവും. ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന് റൈറ്റ് ആവുക ചെയ്യുക. അപ്പൊ ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഇവിടെ നമ്മള് സീരിയൽ നമ്പർ 2ൽ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇവിടെ അറിയാണ്ട് ++ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ലൈനിലാണ് വരിക. അതിന് പകരം നമുക്ക് ആ രീതിയിൽ ഇടാൻ പറ്റില്ല, നമുക്ക് കുറച്ചും കൂടി നീങ്ങിയിട്ടാ വരണം. അതുകൊണ്ടാണ് ഇത് 2ഉം ഇത് 6 വന്നിട്ടുള്ളത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ബാച്ച് നമ്പർ 36 വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ച് നമ്പർ, ഐറ്റം നെയിം, അതുപോലെ ഈ എക്സ്പയറി ഡേറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ DBFന്റെ ഉള്ളിൽ നിന്നാണ്. DBFൽ കൊടുത്ത പേരുകളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതില് ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഉദാഹരണത്തിന് ഈ ഐറ്റം നെയിമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റും. ലെഫ്റ്റ് ട്രിം ഓഫ് ഐറ്റം നെയിം, 40. അതായത് ഐറ്റം നെയിം ഇനി എത്ര ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിലുള്ള 40 ക്യാരക്ടർ പ്രിന്റ് ചെയ്താൽ മതി എന്നാണ് കാണിച്ചത്. കാരണം ഐറ്റം നെയിം ഒരു 100 ക്യാരക്ടർ ഉണ്ട് വിചാരിക്കാം. അപ്പോ ഈ 6ാമത് മുതൽ അങ്ങോട്ട് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ചിലപ്പോൾ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, യൂണിറ്റ് പ്രൈസ് ഒക്കെ കടന്നത് അങ്ങനെ പോകും. അപ്പൊ മാക്സിമം 40 ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്ന അതിനുള്ള സ്ഥലം വരെ എന്ത് ചെയ്താൽ മതി, ഐറ്റം നെയിം പ്രിന്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ -40 കൊടുത്തത്. അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റിൽ കണ്ടില്ല -7 കൊടുത്തത്. അതായത് എക്സ്പയറി ഡേറ്റും വലിയ രീതിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അതിലുള്ള 7 ക്യാരക്ടർ കാണിച്ചാൽ മതി എന്നാണ് എക്സ്പയറി ഡേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെച്ചാല് ബാച്ച് നമ്പറും എക്സ്പയറിയും ഐറ്റം നെയിം എന്നൊക്കെ പറഞ്ഞത് നേരെ DBF എന്നുള്ള വേരിയബിൾസ് അതുപോലെ കാണിച്ചാൽ മതി. നേരെ മറിച്ച് നമ്മളുടെ ഇവിടെ ഈ പ്രൈസ്, ക്വാണ്ടിറ്റി, ടോട്ടൽ പോലത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂമറിക് വാല്യൂസ് ഉള്ള സാധനങ്ങൾ, അതായത് സംഖ്യകളാണ്. സംഖ്യകൾ പോലത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് ഈ എൻട്രി റേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ DBF ഉണ്ടാവുക. എൻട്രി റേറ്റ്, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് 2 സാധനങ്ങളാണ് നമ്മുടെ DBF ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഒരു വേരിയബിൾ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന് rate1_ എന്ന് പറഞ്ഞത് നമുക്ക് rate1_ ഇനി അതല്ല എന്റെ പേരാണ് എനിക്ക് കൊടുക്കാം, അരുൺ _ വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. = റൗണ്ട് പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് എൻട്രി റേറ്റ് × 1,2 എന്ന് പറഞ്ഞ് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ എൻട്രി റേറ്റ് പോലത്തെ വേരിയബിൾ ഒക്കെ നമ്മളുടെ ഡെവലപ്പർ DBFന്റെ ഉള്ളിലേക്ക് ഇടുമ്പോ അതില് എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് കുറെ അധികം പൂജ്യങ്ങളൊക്കെ റൈറ്റിലേക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം പൂജ്യങ്ങളൊക്കെ ഒഴിവായിട്ട് അതിന് 2 ആയിട്ട് റൗണ്ട് ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പൊ
റേറ്റ് 1 നമ്മൾ ഫീൽഡിലേക്ക് എൻട്രി റേറ്റിന് 2 ആക്കി എടുക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ റേറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു റൗണ്ട് ഓഫ് എൻട്രി റേറ്റ് ഇൻറ്റു 1,2 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ അർത്ഥം റേറ്റ് 1ലേക്ക് എൻട്രി റേറ്റിനെ പിന്നെ 2 ഡെസിമലിലേക്ക് റൗണ്ട് ആക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഉദാഹരണത്തിന് 10.4 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡ് കൊടുക്കുന്നതോടുകൂടി 10.20 ആക്കി മാറ്റും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ലാസ്റ്റ് 2 വരെ 3 കൊടുത്തു കഴിഞ്ഞാൽ അത് 3 ആക്കും, 3 ഡെസിമലാക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അതിനെ നമ്മൾ എന്ത് ചെയ്ത് റൈറ്റ് 1 എന്ന് പറഞ്ഞ സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ച് അതിനുശേഷം നമ്മളത് പ്രിന്റ് ചെയ്യിക്കണമല്ലോ. ഇത് ഇതിലേക്ക് എടുത്തിട്ടേ ഉള്ളൂ. അത് പ്രിന്റ് ചെയ്യിക്കാനാണ് നമ്മൾ നേരത്തെ മേലെ ചെയ്ത അതേപോലത്തെ പരിപാടി ചെയ്യുന്നത്. @_റോ ഇത് 49 നമ്മൾ എക്സ്പയർ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ 49 കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് റൈറ്റിലേക്ക് നീങ്ങിയിട്ട് 68 റേറ്റ് 1 പ്രിന്റ് ചെയ്യണം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതായത് എൻട്രി റേറ്റ് അല്ല, എൻട്രി റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് 1 ആണെന്ന് പറഞ്ഞു. അതായത് റേറ്റ് 1 ഈക്വൽ ടു എൻട്രി റേറ്റ് എന്ന് പറഞ്ഞു. അതായത് റൗണ്ട് എൻട്രി റേറ്റ് ആണ് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് റേറ്റ് 1-നെയാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റിന്റെ സെയിം പരിപാടിയും എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ പിന്നെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ക്വാണ്ടിറ്റിയും എൻട്രി റേറ്റും ഏകദേശം ഒരേ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് ഇവിടെ ടോട്ടൽ നെറ്റ് ഈക്വൽ ടു റൗണ്ട് ഓഫ് എൻട്രി റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി 1,2 എന്നാണ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ലാസ്റ്റ് ടോട്ടൽ എന്നാണ് സാധനം. അപ്പൊ ടോട്ടൽ നെറ്റ് പറഞ്ഞിട്ട് ഞാൻ എന്റേതായ രീതിയിലുള്ള പേരിൽ ഒരു സംഭവം എടുത്തു. അത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മുകളിൽ കൊടുത്ത ഒരു സാധനത്തിന് പേര് ഒരിക്കലും കൊടുക്കാൻ തന്നാൽ മതി. അപ്പൊ റൈറ്റ് 1 കൊടുത്തിരിക്കും, ഇനി വീണ്ടും റൈറ്റ് 1 കൊടുക്കാൻ പാടില്ല. അപ്പോ ടോട്ടൽ നെറ്റ് എന്ന് പറയുന്നത് റൗണ്ട് ചെയ്തിട്ടുള്ള എൻട്രി റേറ്റും കോമയും പിന്നെ 1/2 അത് 2 ഡിജിറ്റ് ഡെസിമലായിട്ട് കിട്ടേണ്ടത്. അങ്ങനെ പറഞ്ഞ് അതിനുശേഷം ലാസ്റ്റ് അതിലേക്ക് ഈ ടോട്ടൽ നെറ്റ് പറഞ്ഞിട്ടുള്ള ഫീൽഡിലേക്ക് എൻട്രി റേറ്റിനെയും ക്വാണ്ടിറ്റിനെയും റൗണ്ട് ചെയ്തിട്ട് ഈ ഫീൽഡിലേക്ക് എടുപ്പിച്ചു. ഈ ഫീൽഡിലേക്ക് എടുപ്പിച്ച് ഈ ഫീൽഡിൽ പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള സംഭവം കൊടുത്തു. ക്വാണ്ടിറ്റി നമുക്ക് 78 എന്ന് വന്നിരുന്നു. 88 നമ്മൾ ടോട്ടൽ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്ന് വരുന്ന സംഭവം പ്രിന്റ് ചെയ്ത് തരണം എന്നിട്ട് അതും കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രിന്റിന്റെ ഡീറ്റെയിൽസുമായി ഇവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ ഹെഡറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ ഫൂട്ടറുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഈ അവസാനത്തെ ഭാഗത്തിൽ പലർത്തും കിടക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ ഇട്ട ലൈനുകളും കാര്യങ്ങളൊന്നും നമുക്ക് വർക്ക് ചെയ്യൂല. സ്റ്റാർ ഇടാത്ത ലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ സ്ഥിരമായ പ്രിന്റ് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഫോണ്ട് സൈസിൽ കേട്ടോ. ഇതൊക്കെ നമ്മളെ ഫോണ്ടാണ്. ഈ CHR അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഫോണ്ട് സൈസ് പിന്നെ മനസ്സിലാക്കുന്ന സാധനമാണ്. ഇത് സെറ്റ് ഡെസി2 എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഈ പുതിയ പരിപാടി അനുസരിച്ച് ഇത് വർക്കിംഗ് അല്ല. ഇത് പഴയ മെത്തേഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ്. അതും ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഡെസിമൽ 4-5 ഉണ്ടെങ്കിൽ അത് 2ലേക്ക് റൗണ്ട് ചെയ്യാനുള്ളതായിരുന്നു. അപ്പൊ അത് നമ്മളുടെ പുതിയ HB32ന്റെ സിസ്റ്റം പ്രകാരം ഈ കമാൻഡ് വർക്കിംഗ് അല്ല. നേരത്തെ ഈ മുകളിൽ കാണിച്ച ഈ മെത്തേഡാണ് പിന്നെ HB32 നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇവിടെ വന്നിട്ടില്ലേ നമുക്ക് NTORP, അതായത് NTORP ഈക്വൽ ടു NTORP ഓഫ് നെറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ NTORP പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് എടുത്തു. ആ ഫീൽഡിലേക്ക് നെറ്റ് ടോട്ടലിനെ NTORPയിലേക്ക് മാറ്റാൻ വേണ്ടി കൊടുത്തു. അത് നമ്മളുടെ ക്യാരക്ടറിലേക്ക്, അതായത് ഇപ്പോൾ 450 ആണെന്നുണ്ടെങ്കിൽ 450 എന്നുള്ള ക്യാരക്ടറിലേക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ആക്കാനുള്ള ഒരു കമാൻഡാണ് ഇവിടെ കൊടുത്തത്. ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്നിട്ട് അത് നമ്മൾ പറയാണ് പിന്നെ PR_0 rupees എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഇട്ടിട്ട് പറയാണ് NTORPന്റെ 50 ക്യാരക്ടർ കാണിച്ചാൽ മതി എന്നാണ് ഇതിന്റെ അർത്ഥം. ലെഫ്റ്റ് ഓഫ് NTORPന്റെ 50 ക്യാരക്ടർ, അതായത് ഈ ഇവിടെ എടുത്ത സാധനം എത്ര വലുതാണെങ്കിലും അതിൽ 50 ക്യാരക്ടർ പ്രിന്റ് ചെയ്താണെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ഡെസി2 ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. വേണ്ടത്തന്നെ ഒഴിവാക്കുക. അതായത് ഈ മെത്തേഡിലെ വർക്കിംഗ് അല്ല. പിന്നെ ഇവിടെ അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടോ ഇത് നമ്മളെ റൗണ്ട് ഓഫ് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അപ്പൊ നമുക്ക് ബില്ലിന്റെ ടോട്ടലിൽ ഇങ്ങനെ താഴെ നമുക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ബില്ലിന്റെ ടോട്ടൽ റൗണ്ട് ഓഫ് എത്രയാണ്, ടോട്ടൽ എത്രയാണ്, ടോട്ടൽ ടാക്സ് എത്രയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യണമല്ലോ. അതാണ് ഫൂട്ടറിൽ അല്ലെങ്കിൽ സമ്മറിയിൽ വരുന്ന സംഭവങ്ങൾ. അത് പ്രിന്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പൊ ഈ ഏരിയയില് റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ റൗണ്ട് ഓഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഈ റൗണ്ട് ഓഫ് വരണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ റൗണ്ട് ഓഫ് നമ്മൾ DBF എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ബിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് നെറ്റ് ടോട്ടൽ പ്ലസ് ഡിസ്കൗണ്ട് വരണം എന്നാണ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നെറ്റ് ടോട്ടലും ഡിസ്കൗണ്ടിലൊക്കെ വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂ കൂട്ടിയ സാധനമാണ് ഇവിടേക്ക് വരിക. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ DBF-ലുള്ള ഫീൽഡ് വരണം എന്നുള്ളതാണ്. ഈ സാധനമാണ് DBF എന്ന് വരിക. നമ്മളിങ്ങനെ ഈ സ്ട്രിങ് ഇതിന്റെ ഉള്ളിലിട്ടുള്ള സംഭവം അതാണ് DBF എന്ന് വരിക. ഇത് ടെക്സ്റ്റ് ആണ്. ഇത് ഡിസ്കൗണ്ടിന് പകരം DIS ഇട്ടാലും ഈ സാധനം വർക്ക് ചെയ്യും.
നേരെ മറിച്ച് ഈ ഡിസ്കൗണ്ടിന് പകരം ഡിസ്കൗണ്ട് വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ സാധനം വർക്ക് ചെയ്യില്ല. കാരണം DBFൽ അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടാവില്ല. അപ്പൊ വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ കിട്ടുള്ളൂ. പിന്നെ ഗ്രാൻഡ് ടോട്ടൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു. അതിനുശേഷം താഴത്തെ ലൈൻ ഇട്ടു. പിന്നെ ലൈൻ ഇട്ടതിന് ശേഷം ഫാർമസിസ്റ്റിന്റെ സൈൻ ഇടാൻ വേണ്ടി ഇവിടെ കാണിച്ചു. അങ്ങനെ കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഇനിയിപ്പോ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. ഫാർമസിസ്റ്റ് സൈനിന് പകരം ഇനി അടുത്തൊരു സാധനം ആഡ് ചെയ്യണം വിചാരിക്കുക. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ മുമ്പുള്ള സാധനത്തിന്റെ കോപ്പി എടുത്തിട്ട് താങ്ക് യു ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇതൊരു പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ്. അതായത് PR_row = PR_row+6. അത് നമ്മളെ പ്രിന്റിന്റെ എൻഡ് വന്ന് നിന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ബ്ലാങ്ക് സ്പേസ് വേണം വിചാരിക്കാം. അപ്പൊ ഇപ്പൊ ഇതിൽ 6 ഉള്ളത്, ആ 6 പേരെ 12 ആക്കി കഴിഞ്ഞാൽ ആ ബ്ലാങ്ക് സ്പേസ് കുറച്ചും കൂടെ അധികം കൂടും. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് ഒരു PRGയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻഡ് ടു പ്രിന്റ് ടു out.txt എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ out.txt കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി out.txt എന്നുള്ള ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് വരിക ചെയ്യാം. അപ്പൊ ഈ PRG എനിക്ക് ഇനി പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യാൻ എനിക്ക് ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം ഈ ക്ലിപ്പിന് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എഡിറ്റ് കൊടുക്കാൻ പറ്റും. ആ ക്ലിപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ HBMK2 ഈ സാധനത്തിൽ മാറ്റില്ല. ഇത് നമ്മുടെ PRGന്റെ ഫയൽ നെയിം ആണ്. അപ്പൊ purchase.prg ആണ്. അത് മാറ്റിയിട്ട് എന്റെ PRG നെയിം GST ആണ്. അപ്പൊ ഈ HBMK2 എന്നുള്ള ഈ പേര് മാറ്റാൻ പാടില്ല. എന്നിട്ട് GST.prg എന്ന് കൊടുക്കുക, ഇവിടെ പോസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫയലിൽ സേവ് അടിക്കുന്നതോടുകൂടി നമ്മളുടെ ഏത് PRG ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, ഈ PRGന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലോ കമ്പയർ ചെയ്യേണ്ടത്. അത് കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതനുസരിച്ച് കൊടുക്കുക. അത് നമ്മൾ പേര് വേറെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിനനുസരിച്ചുള്ള PRGന്റെ കമ്പയർ ആവും, അല്ലെങ്കിൽ അത് കമ്പയർ ആവാണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോ ഇതിന്റെ ഒരു മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഇപ്പൊ ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടി എന്താ വെച്ചാൽ നേരെ ഈ PRG ഫയലിനെ റണ്ണാക്കാൻ ശ്രമിക്കൂ. PRG ഫയൽ റണ്ണാക്കുമ്പോൾ PRG ഫയൽ ആദ്യം ഈ DBFനെ ഉപയോഗിച്ചിട്ട് ഈ DBFന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഈ സംഭവം ഒരു EXE ഫയൽ പോലെ ആക്കാൻ ശ്രമിക്കുക ചെയ്യാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്യുന്ന സംഭവം ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ അതിന്റെ കമ്പനിയും പരിപാടിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഈ രീതിയിലേക്ക് ഈ സംഭവം വരും. ഇവിടെ കണ്ടില്ലേ 157 എന്ന് പറഞ്ഞ ലൈനിൽ ഒരു എറർ ഉണ്ട്. ഇവിടെ ആ എറർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വന്നിട്ട് ഇവിടെ നമ്മളെ PRG ജസ്റ്റ് വീണ്ടും ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇതില് ഗോറ്റൂല് പോയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫാർമസിസ്റ്റിന്റെ ഭാഗത്തായിരുന്നു പ്രശ്നം. അത് നോക്കാം. അപ്പോ ഇവിടെ കണ്ടില്ലേ ഈ ഫാർമസിസ്റ്റ് സൈൻ എന്നുള്ള തുടങ്ങിയോടത്ത് കൊട്ടേഷൻ ഉണ്ട്, അവസാനിച്ചോടത്ത് എന്തില്ല, കൊട്ടേഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു കൊട്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ താങ്ക് യുവിന് ഇവിടെ എവിടെയും എന്തുണ്ട്, കൊട്ടേഷൻ ഉണ്ട്. എന്നിട്ട് വീണ്ടും സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് അടിക്കുന്നതോടുകൂടി ആ എറർ ഒഴിവാണെങ്കിൽ ഒഴിവായിട്ട് ഇങ്ങനെ കാണിക്കും. വേറെ എറേഴ്സ് ഒന്നും ഇതിലില്ല. ജസ്റ്റ് പ്ലസ് കീ ടു എന്റിന് എടുത്തുകൊണ്ട് കഴിഞ്ഞ് ഇനി നമ്മള് ഇങ്ങനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ GST എന്നുള്ള EXE ഫയൽ വന്നു. ഈ EXE ഫയൽ ടെസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ മറ്റേ ഔട്ട്പുട്ട് വേറെ ആക്കണം എന്ന് കൊടുത്തോണ്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് വന്നു. അപ്പൊ ഞാൻ നമ്മളെ പ്രിന്റുമായി ബന്ധപ്പെട്ട രീതിയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്ടോ താങ്ക് യു വരെയുള്ള ഈ കാര്യങ്ങൾ നേരത്തെ വരെ ഡിസ്കൗണ്ട് എന്നത് DIS ആയി ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതേപോലെ ഔട്ട്പുട്ടായി വന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ചെയ്യുന്ന പ്രിന്റുമായി ബന്ധപ്പെട്ട നമ്മളുടെ അതിന്റെ ഒരു ഔട്ട്പുട്ടും മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ക്ലിപ്പ് നമ്മുടെ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂല് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അപ്പൊ ഒരു ഏതാണ്ട് പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഇതിൽ വന്നിട്ട് നമ്മളുടെ ഫോൾഡർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഫോൾഡർ ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ വ്യൂല് ഹൈഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഈ സംഭവത്തിന് ടിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് TXT എന്നുള്ളത് മാറ്റിയിട്ട് ഡാറ്റ ആക്കുന്നതോടുകൂടി ഈ സംഭവം ഒരു ബാച്ച് ഫയൽ ആവും. അതായത് നമ്മളുടെ ക്ലിപ്പ് പോലെ തന്നെ ഒരു ഫയൽ ആവും. ഇനി ഈ ക്ലിപ്പ് ഫയലിൽ എന്താണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഒരു ക്ലിപ്പ് ഫയൽ പൊതുവെ ഉണ്ടാവാറ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഫയലാണ് ഇത്. ഇതിനുള്ളിൽ എന്താണ് കമാൻഡ് എന്നുള്ളത് നമുക്ക് ആണെങ്കിൽ അതിന് പോയി എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പിന്നെ അറിയാൻ പറ്റും. അപ്പൊ ഒരു PRGയുടെ ഉള്ളിൽ ഈ രീതിയിലാണ് എഡിറ്റ് ചെയ്യേണ്ടത്. PRGയും ക്ലിപ്പും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. PRGയും
DBF തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. DBF ഉണ്ടാവുന്നത് സോഫ്റ്റ്വെയറിൽ നിന്നാണ്. അപ്പൊ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള DBF കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഈ ഫോൾഡറിൽ ഇട്ടിട്ട് വേണം നമ്മൾ പ്രിന്റ് മറ്റു റെഡിയും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഡോസ് പ്രിന്റിംഗിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ out.txt ആണ്. അതിന് പകരം LPT1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ഡബിളിക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഡോസിന്റെ സെറ്റിംഗ്സിൽ LPT1 എന്നുള്ള പ്രിന്ററിൽ ഏതാണോ ഡ്രൈവർ ഉള്ളത് ആ ഡ്രൈവറിലേക്ക് നേരെ ഈ EXE പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്.